ലോകകപ്പിന്റെ ആവേശം ആഗോളതലത്തിൽ പടർന്നു പിടിച്ചിട്ട് ഒരു നൂറ്റാണ്ട് തികയുകയാണ്. ഈ ചരിത്ര മുഹൂർത്തത്തെ വരവേൽക്കാൻ ഭൂമിശാസ്ത്രപരമായ അതിരുകളെല്ലാം മായ്ച്ചു കളയുന്ന സമാനതകളില്ലാത്ത ഒരു മഹാവിസ്മയത്തിനാണ് 2030 ലോകകപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതെന്താണെന്ന് നോക്കാം. പന്തടക്കത്തിന്റെ കളിമുറ്റങ്ങളിൽ കാൽപന്തുരുണ്ടു തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ട് തികയുന്ന വേളയിൽ ഭൂമിശാസ്ത്രപരമായ അതിരുകളെയെല്ലാം മായ്ച്ചു കളയുന്ന ഒരു മഹാവിസ്മയത്തിനാണ് ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. കാനഡയും മെക്സിക്കോയും അമേരിക്കയും ചേർന്ന് നടത്തുന്ന 2026 ലോകകപ്പിന് ശേഷം 2030 അരങ്ങേറുന്ന 100ാം വാർഷിക പതിപ്പ് ചരിത്രത്തിൽ ആദ്യമായി 3 വൻകരകളിലെ 6 രാജ്യങ്ങളിലായാണ് നടക്കുക. യൂറോപ്പും ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്കയും കൈകോർക്കുന്ന ഈ ടൂർണമെന്റിൽ മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് പ്രധാന ആതിഥേയർ. 2024 ഡിസംബറിലാണ് ഈ സഖ്യത്തെ ഫിഫ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇതിനൊപ്പം 1930 ആദ്യ ലോകകപ്പിനോടുള്ള ആദരസൂചകമായി അർജന്റീന, പരാഗ്വേ, ഉറുഗ്വേ എന്നീ രാജ്യങ്ങൾക്ക് ഓരോ ഉദ്ഘാടന മത്സരങ്ങളും ഫിഫ അനുവദിച്ചിട്ടുണ്ട്. അന്ന് ആദ്യ കളി നടന്ന മോണ്ടെവീഡിയോയിലെ എസ്റ്റാഡിയോ സെന്റിനാരിയോ ഉൾപ്പെടെയുള്ള ചരിത്രപ്രസിദ്ധമായ മൈതാനങ്ങൾ ഇതിനായി ഒരുങ്ങും. 6 രാജ്യങ്ങളിലായി 18 നഗരങ്ങളിലായി പരന്നു കിടക്കുന്ന 21 സ്റ്റേഡിയങ്ങളിൽ 2030 ജൂൺ 8 മുതൽ ജൂലൈ 21 വരെയാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. വൻകരകൾ താണ്ടിയുള്ള യാത്രകൾ ആവശ്യമായി വരുന്നതിനാൽ 44 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പതിപ്പ് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതായിരിക്കും. എന്നാൽ ആവേശകരമായ കലാശ പോരാട്ടം ഏത് മണ്ണിൽ വെച്ചായിരിക്കുമെന്ന കാര്യത്തിൽ ഫിഫ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. വേൾഡ് കപ്പ് ഡെസ്ക്, കൈരളി ന്യൂസ്.